ലഹരി മരുന്നിന്റെ മെറ്റീരിയൽ വേണമെങ്കിലും 10 മിനിറ്റ് കൊണ്ടെത്തും ഏത് വിദൂര ഗ്രാമത്തിൽ. അതിന് പല സ്ഥലത്തും പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് CPM ആണ്, ഭരണകക്ഷിയാണ്. 26 കോടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. 200 കോടി ആയാലും ഇവരുടെ ഈ ആഘോഷം അവസാനിക്കില്ല. മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ മാത്രം 15 കോടി രൂപയുടെ ഹോർഡിങ്സ് ആണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാളെ പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഐക്യജനാധിപത്യ മുന്നണി ഇത് കരിദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയ സർക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ജനങ്ങൾക്ക് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. പക്ഷെ ദൗർഭാഗ്യവശാൽ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവർ തിരഞ്ഞെടുത്തയച്ചൊരു സർക്കാരിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നില്ല. സർക്കാരില്ലായ്മയാണ് 4 വർഷമായി ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. നിങ്ങളുണ്ടായ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിൽ ഈ 4ാം വാർഷികത്തിൽ ഉണ്ടായ സംഭവം എന്താണ്? ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് അവർ പുറത്തിറക്കി വിട്ടു. അവര് തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ FIR എടുത്ത് ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടു. ഞാൻ ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത്? ആ സ്ത്രീയോട് പറഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അതാണോ കുടിക്കാൻ കൊടുക്കുന്നത്? എന്നിട്ട് അവരെ അപമാനിച്ച് അവരെ മുഴുവൻ രാത്രി മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടി? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞയച്ചു. പരാതി കൊടുത്ത് എടുക്കും, വേണമെങ്കിൽ കോടതി പൊക്കോളാൻ. ഇതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാണം കെട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ്? ഒരു പ്രതീകം മാത്രമാണ്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഈ 4ാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിനുണ്ടായ ഈ സംഭവം. അതിനെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തത്? എത്ര വേദനയോടുകൂടിയാണ് കേരളത്തിലെ മലയാളികളെല്ലാം ആ വാർത്തയെക്കുറിച്ച് അറിഞ്ഞതും ആ വാർത്തയെക്കുറിച്ച് വായിച്ചതും. എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്? ഇതാണ് പൊതുവായി പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാ ഇടപെടും. ഇവിടെ ഈ കേരളത്തെ മാറ്റിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരിലാണ് ഈ ഉള്ളത്. CPM പൊളിറ്റിക്കൽ പേട്രണേജാണ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി മരുന്ന് മാഫിയയെ അതിൻ്റെ താവളമാക്കി ഈ കേരളത്തെ മാറ്റാൻ. ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും, ലഹരി മരുന്നിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിലും 10 മിനിറ്റ് കൊണ്ടെത്തും ഏത് വിദൂര ഗ്രാമത്തിൽ. അത്രയും വലിയ നെറ്റ്വർക്കാണ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് കേരളത്തിലുള്ളത്. അതിന് പല സ്ഥലത്തും പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് CPM ആണ്, ഭരണകക്ഷിയാണ്, ഗവൺമെൻറ്റാണ്. അതാണ് കേരളത്തിലെ നമുക്കറിയാം, കേരളത്തിലെ ധനസ്ഥിതി എന്താണ്? ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ധനസ്ഥിതി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 1.56 ലക്ഷം കോടിയായിരുന്നു പൊതുക്കടം. അത് കാരണം GDP-യുമായിട്ട് കണക്റ്റഡാണ് ആ കടം. അത് കുഴപ്പമില്ല, നമുക്ക് പരിഹരിക്കാൻ പറ്റും. 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ 2026 ആകുമ്പോൾ 1.56 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം വർദ്ധിക്കുകയാണ്. കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട്. സപ്ലൈകോയിൽ ചെന്നാൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്, പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല, കാരണം സപ്ലൈകോയിലെ വിതരണക്കാർക്ക് കോടികൾ കൊടുക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കടം
അന്ന് ലാഭത്തിലാക്കി 1000 കോടിയായിരുന്നു, ഇപ്പം 45,000 കോടിയാണ് കടം. 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു. 2500 കോടി രൂപയുടെ ബാധ്യതയാണ് 6-7 ക്ഷേമനിധികൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് 10-18 മാസമായി. പല ക്ഷേമനിധികളും ഇല്ലാതാവുകയാണ്. ഈ പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പണം കൊടുക്കുന്നില്ല. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ മാസശമ്പളം കൊടുക്കുന്നില്ല. ഒന്നിനും പണമില്ലാത്ത ദയനീയമായ അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നടത്തുന്ന ജലജീവൻ പദ്ധതിയിൽ കോടികൾ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്. ആത്മഹത്യയുടെ മുനമ്പിലാണ്. PWDയുടെ കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. ജീവനക്കാർക്ക് DA കുടിശ്ശികയും ലീവ് സറണ്ടറും കൊടുക്കാനുള്ളത് 60-65,000 കോടി രൂപയാണ്. എത്ര വലിയ ബാധ്യതയിലേക്കാണ്! ഈ പൊതുക്കടം കൂടാതെയുള്ള കടങ്ങളാണ് ഞാൻ പറഞ്ഞത്. വലിയ പദ്ധതികൾ പ്ലാൻ കട്ടാണ്. പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല. കഴിഞ്ഞ 3-4 വർഷമായി 30,000 കോടി രൂപയിൽ നിൽക്കുകയാണ് പ്ലാൻ സൈസ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാൻ സൈസ് വർദ്ധിക്കുകയാണ്, പദ്ധതി തുക വർദ്ധിക്കുകയാണ്. ഇവിടെ സ്റ്റാഗ്നന്റായി നിൽക്കുകയാണ്, അനങ്ങാതെ നിൽക്കുകയാണ്. എന്നിട്ട് അനങ്ങാതെ നിൽക്കുന്ന ആ പ്ലാൻ പോലും പദ്ധതി കട്ടാണ്. 50% വരെ കട്ടാണ്. പട്ടികജാതിക്കാരുടെ 500 കോടി രൂപയാണ് കട്ട് ചെയ്തത്. പട്ടികവർഗക്കാരുടെ 112 കോടി രൂപ പ്ലാൻ സൈസ് കട്ട് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ കൃത്യമായ വിഹിതം കൊടുക്കാതെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും എല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തെ ഭരിച്ചു തകർത്തു തരിപ്പണമാക്കി. എന്നിട്ടാണ് ഇവർ ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. 200 കോടി രൂപ, 26 കോടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. 200 കോടി ആയാലും ഇവരുടെ ഈ ആഘോഷം അവസാനിക്കില്ല. മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ മാത്രം 15 കോടി രൂപയുടെ ഹോർഡിങ്സാണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്.